ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യഹൂദ രാജാവായ അമസ്യ ദൈവഹിതത്തിന് അനുരൂപമായി ജീവിച്ചു. ദൈവകൃപയും രാജാവിനുണ്ടായിരുന്നു. ആ കാലത്ത് ഏദോമ്യരുമായി യുദ്ധമുണ്ടായി. സ്വന്തം പട്ടാളം മാത്രം പോരാ എന്ന് കരുതി വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ സൈന്യത്തെ സഹായത്തിന് ക്ഷണിച്ചു. ഈ കാര്യം ദൈവത്തിന് ഇഷ്ടമായില്ല. ഒരു ദൈവപുരുഷൻ അവിടെ കടന്നു വന്ന് രാജാവിൻ്റെ പ്രവൃത്തി തെറ്റാണെന്നും ദൈവഹിതത്തിന് എതിരാണെന്നും അറിയിച്ചു. അമസ്യ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് ഇസ്രായേൽ പട്ടാളത്തെ മടക്കി അയക്കുകയും മറ്റാരുടെയും സഹായം കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം സൈന്യവുമായി പോയി യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. വിഷമങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവമക്കൾ ദൈവമില്ലാത്തവരുടെ സഹായം തേടുവാൻ പരീക്ഷിക്കപ്പെട്ടേക്കാം. ദൈവ നടത്തിപ്പിൽ ആശ്രയിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങിയവർ പിൽക്കാലത്ത് ദൈവിക സഹായം ലഭിക്കില്ല എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ സഹായത്തിനായി പോകുന്നെങ്കിൽ അത് പരാജയത്തിൽ അവസാനിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ധീരമായി ചില കാൽവെപ്പുകൾ നടത്തിയവർ പിൽക്കാലത്ത് മറ്റുള്ളവരുടെ സഹായം തേടരുതെന്നാണ് അമസ്യായോട് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം. ആൾ സ്വാധീനമോ ധനസമൃദ്ധിയോ ഉള്ളവരെ ആകർഷിച്ച് അവരുടെ സഹായം കൊണ്ട് കാര്യം അനായാസമായി സാധിക്കാം എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. ദൈവം ശക്തനാണ്. ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയം അവിടുന്ന് സഹായിക്കുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ ദൈവം നമ്മെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ദൈവമക്കൾ ദൈവമില്ലാത്തവരുടെ സഹായം തേടിയാൽ അത് ദോഷത്തിന് മാത്രമേ ഹേതുവാകൂ. ദൈവത്തോട് ചേർന്ന് ജീവിത പോരാട്ടം ആരംഭിച്ചവർ ഇടയ്ക്ക് വെച്ച് മനുഷ്യ സഹായം തേടരുത്. 2 ദിനവൃത്താന്തം 25:8. നീ തന്നെ യുദ്ധത്തിൽ ധൈര്യം കാണിക്കാം, അല്ലാത്തപക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുൻപിൽ വീഴ്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.